ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. അപ്പോൾ നമുക്ക് SSCയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമുക്ക് അല്ലെങ്കിൽ ഒരു പോർഷൻ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇപ്പോൾ ഏതായിരിക്കാം 1857 റിവോൾട്ട്. അപ്പോൾ നമ്മൾ മോഡേൺ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമുക്ക് ആൻഷ്യൻ ഹിസ്റ്ററി പഠിക്കാണ്ട്, മെഡിക്കൽ ഹിസ്റ്ററി പഠിക്കാണ്ട്, മോഡേൺ ഹിസ്റ്ററി പഠിക്കാണ്ട്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമുക്ക് ആ ഒരു ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമുക്ക് യൂറോപ്യന്മാരുടെ വരവ് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നത് 1857 റിവോൾട്ട്. അതിനൊരു പ്രത്യേകത ഉണ്ട് അല്ലെ. അതായത് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ഒരു സ്വാതന്ത്ര്യ സമരവുമായിട്ട് ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് വാർ ആയിട്ട് അറിയപ്പെടുന്നത് 1857 റിവോൾട്ട് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ആപ്പ് അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇവിടെ നമുക്ക് ആ ഒരു ലേണിംഗ് ആപ്പിൽ നമുക്ക് എന്തൊക്കെയാ കിട്ടുക, അതായത് ഇവിടെ ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ കിട്ടും, പിന്നെ അതുകൂടാതെ ഡെയിലി ഫ്രീ ക്വിസ്, കറന്റ് അഫയേഴ്സ്, പിന്നെ അതുകൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് PDF, അതുകൂടാതെ നമുക്ക് എക്സാം എഴുതി നോക്കാം, നമ്മുടെ റാങ്ക് അനാലിസിസ് കാര്യങ്ങളൊക്കെ നമുക്ക് പെർഫോമൻസ് അനാലിസിസ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരായാലും അതുകൂടാതെ നമുക്ക് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചോളാം. അപ്പോൾ നമുക്ക് പോർഷൻസിലേക്ക് പോകാം. നമുക്ക് ദ റിവോൾട്ട് ഓഫ് 1857 അല്ലെ, അതായത് 1857 കലാപം. അത് എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം വരാനായിട്ട് കാരണം? നമ്മുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ ചോദ്യത്തിലായാലും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് 1857 റിവോൾട്ട്. SSCയുടെ എക്സാം ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് എക്സാംസ് തന്നെയാലും PSCയുടെ ഒക്കെ എക്സാംസ് തന്നെ എടുത്തു നോക്കിയാലും ഇത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് 1857 റിവോൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കോളാം, ദ റിവോൾട്ട് ഓഫ് 1857 ഈസ് ആൻ ഇമ്പോർട്ടന്റ് ലാൻഡ്മാർക്ക് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അപ്പൊ അതായത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ലാൻഡ്മാർക്ക് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്കാണ് ഏത് നമ്മുടെ 1857 റിവോൾട്ട് എന്ന് പറയുന്നത്. ഇനി ആസ് പെർ ദ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ ഇറ്റ് വാസ് എ സിപ്പോയി മ്യൂട്ടണി. ഇനി ബ്രിട്ടീഷുകാരുടെ വെർഷനിൽ അവരുടെ ആ ഒരു വ്യൂ പോയിന്റിൽ അതിന് സിപ്പായി ലഹള, അതായത് സിപ്പോയി മ്യൂട്ടിനി എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. സിപ്പോയി മ്യൂട്ടിനി എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ നമ്മുടെ ഇന്ത്യന്റെ ആ ഒരു കൺവെൻഷൻ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തിൽ അതിനെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഏതാണ്? ഇറ്റ് വാസ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെ. ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമായിട്ടാണ് 1857 റിവോൾട്ടിനെ കാണപ്പെടുന്നത്. ഇത് കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കണം. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ കാരണങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കണം. എന്തായിരിക്കും അപ്പൊ അതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോസസ്? ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ഇൻഫീൽഡ് ഗ്രീസഡ് റൈഫിൾ whose cartridge was said to have a greased covers made of the beef and pork sparkled off the revolt. അതായത് നമുക്കറിയാം പുതിയതായിട്ടുള്ള ഒരു എൻഫീൽഡ് റൈഫിൾ തോക്ക് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി അതിന്റെ ഒരു വെടിയുണ്ട നിറയ്ക്കണമെങ്കിൽ അതിന്റെ വെടിയുണ്ടയിൽ ഒരു കവറിംഗ് ഉണ്ട്. ഈ കവറിംഗ് കടിച്ചു പൊട്ടിച്ചിട്ട് വേണം അത് നിറയ്ക്കാനായിട്ട്. അപ്പോൾ ആ ഒരു കവറിംഗ് എന്ന് പറയുന്നത് പശുവിന്റെയും അതുകൂടാതെ പന്നിയുടെയൊക്കെ കൊഴുപ്പ് പുരട്ടിയതാണ് എന്നുള്ള ഒരു കിംവദന്തി അവിടെ പരുക്കാണ്. അപ്പോൾ നമുക്കതൊരു കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂസിലേക്ക് പോകും അല്ലെ. ഇപ്പൊ അതായത് ഹിന്ദുസിനായാലും മുസ്ലിംസിനായാലും ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കിംവദന്തി പരന്നു, അല്ലെങ്കിൽ ഇത് ഒത്തിരി ആ റിവോൾട്ട് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ഭയങ്കരമായിട്ട് സ്പാർക്കായി. അപ്പോൾ ഇതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ദ അജിറ്റേഷൻ ബോത്ത് ഹിന്ദു ആൻഡ് മുസ്ലിംസ് സോൾഡിയേഴ്സ് ആൻഡ് റിസൾട്ടഡ് ദ ഇമ്മീഡിയറ്റ് ലോഞ്ച് ഓഫ് മൂവ്മെന്റ്. ഇതാണ് നമുക്ക് ഇമ്മീഡിയറ്റ് ലോഞ്ച് ആയിട്ട് എടുത്ത് പറയുന്നത്, ഇമ്മീഡിയറ്റ് കോസ് ആയിട്ട് എടുത്ത് പറയുന്നത്. ഇനി അതല്ലാതെ നമുക്ക് ഒത്തിരി കോസസുകളുണ്ട്. അതെന്തായിരിക്കാം? അതായത് ഇവിടെ നമുക്ക് വേറൊന്നുകൂടി പറയുന്നത് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറയും അല്ലെ. വേറൊരു പോയിന്റ് ആണ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. ഡോക്ട്രിൻ ഓഫ് ലാബ്സ് അതെന്താ സംഭവം? ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയും ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. ഈ 1857 റിവോൾട്ട് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളവിടെ പഠിക്കും. അതായത് ഇപ്പൊ നാനാ സാഹിബ്, താന്തിയ തോപ്പി, കുറെ ലീഡേഴ്സ് ഉണ്ട് അല്ലെ. നാനാ സാഹിബ്, താന്തിയ തോപ്പി, റാണി ലക്ഷ്മിബായി, ഇങ്ങനെ കുറെ ആളുകൾ, രാജാക്കന്മാരുടെ ഒരു പ്രസൻസ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? അത് ഏറെക്കുറെ മേജർ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ആണ്. അതായത് ദത്തവകാശ നിരോധന നിയമം. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഇവിടെ ദത്തെടുത്ത കുട്ടികൾക്ക് പിന്നീട് ആ രാജ്യം ഭരിക്കാനുള്ള അവകാശമില്ല. ആ രാജ്യം ആരുടെ കയ്യിലേക്ക് പോകും? ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് പോകും. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന ആ ഒരു നിയമം, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു നിയമം, ഇത് ആരാ കൊണ്ടുവന്നതെന്നൊക്കെ പഠിക്കാനുണ്ട്. അത് ആരാ കൊണ്ടുവന്ന ഒരു കമന്റ് ചെയ്തേക്കണേ. ഡോക്ട്രിൻ ഓഫ് ലാബ്സ് കൊണ്ടുവന്നത് ആരാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആ ഒരു നിയമം, ഇതിന്റെ ബേസിലാണ് നാനാ സാഹിബിനൊക്കെ പെൻഷനൊക്കെ നിഷേധിച്ചു. നാനാ സാഹിബ് ദത്തെടുത്ത പുത്രനാണ്. അപ്പോൾ ഇതിനെതിരെ ഒത്തിരി രാജാക്കന്മാർ, റാണി ലക്ഷ്മിബായിയുടെ ആയാലും കുട്ടി എന്ന് പറയുന്നത് ദത്തെടുത്ത കുട്ടിയാണ്. അപ്പോൾ ഇതിനെതിരെ ഒത്തിരി രാജാക്കന്മാർ ഇതില് ഈ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് 1857 റിവോൾട്ടിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതും ഈ ഡോക്ട്രിൻ ഓഫ് ലാബ്സും ഇവിടെ ഒരു റീസൺ ആയിട്ട് എടുത്തു പറയുന്നതാണ്. ഇനി അത് കൂടാതെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ആ ഒരു ശിപ്പായിമാരുടെ ഇടയിലുള്ള അവരെ താഴ്ത്തിക്കിട്ടുന്ന ഒരു മനോഭാവം, അതുകൊണ്ട് അവർക്ക് മേജർ ആയിട്ടുള്ള ഒരു
റോൾസുകളോ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റമോ ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങളും എന്താ 1857 റിവോൾട്ടിന് റീസൺ ആയിട്ട് അവിടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ മേജർ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ആയിട്ട് ലാബ്സ് എടുത്ത് പറയാം. പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോഴ്സസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളൂ, ദ കോഴ്സ് ഓഫ് ഇവന്റ്, അതിന്റെ തുടക്കം എന്നാണ് ചോദിക്കുന്നത്. അതായത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സും അതിന്റെ തുടക്കവും നമുക്ക് പറയാം. പക്ഷെ അതിന് മുന്നേ നമുക്ക് തന്നെ മാർച്ച് 29 1857 മാർച്ച് 29 ആൻഡ് ഇന്ത്യൻ സിപ്പോയ് ഓഫ് ദ 34th നേറ്റീവ് ഇൻഫൻട്രി, അതായത് 34th നേറ്റീവ് ഇൻഫൻട്രിയിൽ ഉണ്ടായിരുന്ന മംഗൾ പാണ്ഡെ, അത് ഓർത്തു വെച്ചോളാ, മംഗൾ പാണ്ഡെ കിൽഡ് 2 ബ്രിട്ടീഷ് ഓഫീസേഴ്സ്, 2 ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ കൊന്നു. ആരാണ്? ഹ്യൂഗോസ് അല്ലെ, ഹ്യൂഗോസൺ, അതുകൂടാതെ ബോറോൺ അല്ലെ. നെക്സ്റ്റ് വരുന്നതാണ് കോഴ്സ് ഓഫ് ദ ഇവന്റ്. നമുക്കറിയാം 1857 തുടങ്ങി, 1857 മുന്നേ തന്നെ, അതായത് നമുക്കറിയാം ഈ 10 നമുക്ക് ഇത് ആരംഭിക്കുന്നത് തന്നെ. പക്ഷെ അവിടെ അതിന് മുന്നേ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോഴ്സസുകൾ മുന്നേ തന്നെ, അത് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് ഇഷ്യൂസുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ മാർച്ച് 29 1857 ഒരു റീസൺ, ഒരു പ്രശ്നം, ഒരു ഇഷ്യൂ ഉണ്ടായി. അതായത് നമുക്ക് 34th നേറ്റീവ് ഇൻഫൻട്രിയിൽ ഉണ്ടായിരുന്ന മംഗൾ പാണ്ഡെ 2 ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ എന്ത് ചെയ്തു? അവിടെ വധിച്ചു. ആ ബ്രിട്ടീഷ് ഓഫീസേഴ്സിന്റെ പേരാണ് ഹ്യൂഗോസൺ അല്ലെ, ഹ്യൂഗോസണും അതുകൂടാതെ ബോവണും അല്ലെ, ബോവൺ. അവരെ എന്താണ് ബാരക്പൂരിൽ വെച്ചിട്ട്, നിയർ കൊൽക്കട്ടയ്ക്ക് അടുത്തുള്ള ബാരക്പൂരിൽ വെച്ചിട്ട് ഇദ്ദേഹം കൊല ചെയ്യപ്പെടുകയാണ്, അതായത് വധിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ. അപ്പൊ ഇത് 1857 റിവോൾട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടായ ഒരു സംഭവമാണ്. പിന്നീട് മംഗൾ പാണ്ഡെയെ പിടിക്കുകയും മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ദെൻ നെക്സ്റ്റ് ആക്ച്വലി ഇത് അല്ലെങ്കിൽ 1857 റിവോൾട്ട് ഒഫീഷ്യലി ആരംഭിക്കുന്നത് എന്ന് പറയുന്നത് മെയ് 10 1857 ഓക്കെ, മെയ് 10 1857 ആരംഭിക്കുന്നത്. ഇനി ഇവിടെ ഈ റിവോൾട്ട് പൊട്ടി പുറപ്പെടുന്നത് 3rd നേറ്റീവ് ഇൻഫൻട്രിയിലാണ് കേട്ടോ, 3rd നേറ്റീവ് ഇൻഫൻട്രിയിലാണ് ഈ റിവോൾട്ട് പൊട്ടി പുറപ്പെടുന്നത്. ഇനി അത് കൂടാതെ ഇത് ആരംഭിക്കുന്നത് രാത്രിയാണ്. ഓക്കെ, മെയ് 10 1857 രാത്രിയിലാണ് ഇത് ആരംഭിക്കുന്നത്. ഇവര് പിറ്റേ ദിവസം, അതായത് മെയ് 11 ഡൽഹിയിലേക്ക് ചെല്ലുകയും ഡൽഹി പിടിച്ചെടുക്കുകയും അതുകൂടാതെ അവിടുത്തെ ഒരു രാജാവായിട്ട് ബഹദൂർ ഷാ രണ്ടാമനെ, മുഗൾ ചക്രവർത്തി, ലാസ്റ്റ് മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ബഹദൂർ ഷാ രണ്ടാമനെ ആ ഡൽഹിയിലെ നേതൃത്വം അല്ലെങ്കിൽ ഡൽഹിയിലെ ആ ലീഡർഷിപ്പ് കൊടുക്കുകയും അതുകൂടാതെ അവിടുത്തെ ഒരു നവാബായിട്ടും ഇന്ത്യയുടെ ആ ഒരു രാജാവൊക്കെ ആയിട്ട് അവിടെ വാഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒഫീഷ്യലി ആരംഭിക്കുന്നത് 10th May 1857 ആരംഭിക്കുന്നത്. ഇൻ ദ ഒക്കേഷൻസ് വാസ് ദ പണിഷ്മെന്റ് ഓഫ് ദ സം സിപ്പോയ്സ് ഫോർ ദ റെഫ്യൂസൽ ഓഫ് ദ ഗ്രീസഡ് കാട്രേജ്. അപ്പൊ അതായത് ഇപ്പോ ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നതാണ്, അതായത് ഗ്രീസഡ് ആ ഒരു എൻഫീൽഡ് റൈഫിൾ ഉപയോഗിക്കാനായിട്ട് അവർ മടി കാണിക്കുകയും ഒക്കെ ചെയ്തു. ദ സോൾഡിയേഴ്സ് അലോങ് വിത്ത് ദ അതർ ഗ്രൂപ്പ് ഓഫ് ദ സിവിലിയൻസ് വെന്റ് ടു എ റാംപേജ് ഷൗട്ടിംഗ് മാരോ ഫിറാങ്കിക്കോ. ദേ ബ്രോക്ക് ഓപ്പൺ ജയിൽസ്, മർഡർ യൂറോപ്യൻസ്, ബേൺഡ് ദെയർ ഹൗസസ് ആൻഡ് മാർച്ചഡ് ടു ഡൽഹി ആഫ്റ്റർ സൺസെറ്റ്. ഇനി ഇവരെന്ത് ചെയ്തു? അതായത് ഈ ഇൻഫൻട്രി, അതായത് 3rd ഇൻഫൻട്രിയിൽ നിന്ന് രാത്രിയാണ് പൊട്ടിപ്പുറപ്പെടുന്നത് അല്ലെ. അപ്പോൾ ഇവിടുന്ന് യുദ്ധം അല്ലെങ്കിൽ ആ ഒരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ട് ഇവിടെയുള്ള ആളുകൾ ആ പോകുന്ന വഴിയിലുള്ള യൂറോപ്യൻസിനെ വധിക്കുകയും അതുകൂടാതെ അവിടെയുള്ള ഹൗസസുകൾ ബേൺ ചെയ്യുകയും ഓഫീസേഴ്സ് നശിപ്പിക്കുക, അങ്ങനെ ഒത്തിരി ഇഷ്യൂസുകൾ ഉണ്ടാക്കിയിട്ടാണ് അവര് രാത്രി അല്ലെ ആ ഒരു രാത്രി ഡൽഹിയിലേക്ക് എത്തിച്ചേരുകയും പിറ്റേ ദിവസം ആ ഒരു ഡൽഹി പിടിച്ചെടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് അതിന്റെ ഒരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്തത്, 1857 റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് സ്ട്രെസ് ചെയ്ത് ഓർത്ത് വെക്കേണ്ടത് കുറച്ച് റിനൈസൻസ് ലീഡേഴ്സിന് ഓർത്ത് വെക്കണം. അപ്പൊ ഇങ്ങനെ 1857 റിവോൾട്ടിൽ തുടങ്ങി അതുകൂടാതെ ഇന്ത്യയിലെ നോർത്ത് ഭാഗത്ത് ഒത്തിരി ഏരിയാസിൽ 1857 റിവോൾട്ട് ഇങ്ങനെ പടർന്ന് പിടിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഓരോ ഏരിയാസിലും ഓരോ ലീഡേഴ്സിനെ നമ്മൾ പഠിക്കണം. അപ്പൊ അവിടെ മെയിൻ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഡൽഹിയിൽ നമുക്കറിയാം ബഹദൂർ ഷാ രണ്ടാമൻ ഇന്ത്യയുടെ ആ ഒരു നവാബായിട്ട് വാഴിക്കുകയും അതുകൂടാതെ ഡൽഹിയുടെ ലീഡർഷിപ്പ് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു ഈ കലാപകാരികൾ. ദെൻ നെക്സ്റ്റ് അദ്ദേഹത്തിനെ സഹായിക്കാൻ ജനറൽ ഭക്ത് ഖാൻ ഉണ്ട് അല്ലെ, ഭക്ത് ഖാൻ ഉണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് കാൺപൂരിലാണെങ്കിൽ നാനാ സാഹിബും അതുകൂടാതെ നാനാ സാഹിബിന്റെ ജനറൽ ആയിട്ടുള്ള താന്തിയ തോപ്പി അല്ലെ, നാനാ സാഹിബും അദ്ദേഹത്തിന്റെ ജനറൽ ആയിട്ടുള്ള താന്തിയ തോപ്പയും അതുകൂടാതെ അസീമുള്ള ഖാനും കാൺപൂരില് നേതൃത്വം കൊടുത്ത വ്യക്തികളാണ്. ദെൻ നെക്സ്റ്റ് ഗ്വാളിയാറിലാണെങ്കിൽ നമുക്ക് റാണി ലക്ഷ്മിബായി ഉണ്ട്, അതുകൂടാതെ താന്തിയ തോപ്പി ഉണ്ട്. ദെൻ നെക്സ്റ്റ് ബുന്ദേൽഖണ്ഡ് ഝാൻസി ഔദിലും അതുകൂടാതെ ഒന്നുകൂടി പറയാം, ഔദിലും ആര് തന്നെയാണ്? റാണി ലക്ഷ്മിബായി ആണ്. അപ്പൊ ഓർത്ത് വെക്കുക, റാണി ലക്ഷ്മിബായി എവിടെയൊക്കെയായിരുന്നു ലീഡർഷിപ്പ് വഹിച്ചത്? ഒന്ന് ഗ്വാളിയാറിൽ അല്ലെ, ഗ്വാളിയാറിൽ റാണി ലക്ഷ്മിബായി ഉണ്ടായിരുന്നു, താന്തിയ തോപ്പി ഉണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് ബുന്ദേൽഖണ്ഡ്, ഝാൻസി, ഔദ്, ഇവിടെയും ആര് തന്നെയായിരുന്നു? റാണി ലക്ഷ്മിബായി തന്നെയായിരുന്നു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ഫിറോസാബാദില് മൗലവി അഹമ്മദ് ഷായാണ്.
നമുക്ക് മെയിൻ ആയിട്ട് ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനദർ പേഴ്സൺ ബീഗം ഹസ്രത് മഹൽ. ബീഗം ഹസ്രത് മഹൽ ഇന്ത്യയിലെ ഏതൊക്കെ ഏരിയാസിലായിരുന്നു? അതായത് ആഗ്ര, അയോധ്യ അല്ലെ, ആഗ്ര, അയോധ്യ എന്ന് പറയുന്ന ഏരിയാസിലായിരുന്നു ബീഗം ഹസ്രത് മഹൽ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ലക്നൌവിലും ആര് തന്നെയായിരുന്നു? ബീഗം ഹസ്രത് മഹലായിരുന്നു. മിക്കവാറൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ ലക്നൌവില് ലീഡർഷിപ്പ് ആരായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഓർത്ത് വെക്കുക, ലക്നൌവില് ബീഗം ഹസ്രത് മഹലാണ്. ലക്നൌവില് മാത്രമല്ല ആഗ്ര, അയോധ്യയിലും ആര് തന്നെയായിരുന്നു? ബീഗം ഹസ്രത് മഹൽ തന്നെയായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ടില്ല. ദെൻ നെക്സ്റ്റ് ഔദിലും നമുക്ക് ആര് വരുന്നുണ്ട്? ബീഗം ഹസ്രത് മഹൽ ലീഡർഷിപ്പ് വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ബറേലിയിലും ഖാൻ ബഹദൂർ ഖാൻ വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള വരുന്നുണ്ട് കേട്ടോ. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള. ദെൻ നെക്സ്റ്റ് മാൻഡസോറിലെ ഫിറോഡ് ഷാ. ദെൻ നെക്സ്റ്റ് മുറാദാബാദില് മൗലവി ലിഖായത്ത് അലി അല്ലെ, മൗലവി ലിഖായത്ത് അലി. ദെൻ നെക്സ്റ്റ് മധുരയിൽ ആരാണ്? ദേവി സിംഗ് അല്ലെ, മധുരയിൽ വരുന്നത് ദേവി സിംഗ് ആണ്. അതുകൂടാതെ അലഹബാദില് മൗലവി ലിഖായത്ത് അലി വരുന്നുണ്ട്. നെക്സ്റ്റ് ഹരിയാനയിൽ റാവു തുലറാം അല്ലെ, റാവു തുലറാം. നെക്സ്റ്റ് കോട്ട എന്ന് പറയുന്ന രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ്. അവിടെ ജയ്ദയാൽ ഹർദയാൽ എന്ന് പറയുന്ന രണ്ടുപേരാണ് ലീഡർഷിപ്പ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ആസാമില് ദിവാൻ മണിറാമാണ് ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നത് അല്ലെ. നെക്സ്റ്റ് മീററ്റിലാണ് ഗദ്ദം സിംഗ് ആണ് അല്ലെ, ഗദ്ദം സിംഗ്. ഇനി നെക്സ്റ്റ് വരുന്നത് ബീഹാറിലാണ് കൺവർ സിംഗ് അല്ലെ, ബീഹാറിലാണെങ്കിൽ കൺവർ സിംഗ് ആണ് ലീഡർഷിപ്പ് വരുന്നത്. നെക്സ്റ്റ് അപ്പൊ ഇത്രയും നമുക്ക് മെയിൻ ആയിട്ടുള്ള ലീഡർഷിപ്പ് ആരൊക്കെയായിരുന്നു കറക്റ്റ് ആയിട്ട് അവിടെ പഠിച്ചു പോകണം. അപ്പൊ നോക്കി വെക്കുക, ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി ഒന്ന് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഡൽഹിയില് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനും. നെക്സ്റ്റ് കാൺപൂരിൽ നാനാ സാഹിബ് താന്തിയ തോപ്പി. നെക്സ്റ്റ് അസിമുള്ള ഖാൻ. അതുകൂടാതെ ഗ്വാളിയാറിൽ റാണി ലക്ഷ്മിബായും താന്തിയ തോപ്പിയും വരുന്നുണ്ട്. ഇനി അതുകൂടാതെ റാണി ലക്ഷ്മിബായി ഔദിൽ വരുന്നുണ്ട്, ബുന്ദേൽഖണ്ഡിൽ വരുന്നുണ്ട്, ഝാൻസിയിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ഫിറോസാബാദില് മൗലവി അഹമ്മദ് ഷായാണ്. ആഗ്ര, അയോധ്യയിലെ ബീഗം ഹസ്രത് മഹൽ. നെക്സ്റ്റ് ലക്നൌവില് ബീഗം ഹസ്രത് മഹൽ ആണ്. അതുകൂടാതെ ഔദിലും ആര് വരുന്നുണ്ട്? ഇവിടെ ബീഗം ഹസ്രത് മഹൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ബറേലിയില് ഖാൻ ബഹദൂർ ഖാൻ ആണ് വരുന്നത്. നെക്സ്റ്റ് ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള വരും. നെക്സ്റ്റ് മാൻഡസോറിലെ ഫിറോസ് ഷാ. അതുകൂടാതെ മുറാദാബാദില് മൗലവി ലിഖായത്ത് അലിയാണ് വരുന്നത്. നെക്സ്റ്റ് മധുരയില് ദേവി സിംഗ്. അലഹബാദിലെ മൗലവി ലിഖായത്ത് അലി. നെക്സ്റ്റ് ഹരിയാനയില് റാവു തുലറാം. അതുകൂടാതെ കോട്ട രാജസ്ഥാനിലെ ജയ്ദയാൽ ഹർദയാൽ ആണ് വരുന്നത്. പിന്നെ അതുകൂടാതെ ആസാമില് ദിവാൻ മണിറാം. നെക്സ്റ്റ് മീററ്റില് ഗദ്ദം സിംഗ്. ബീഹാറില് കൺവർ സിംഗ് ആണ് വരുന്നത്. അപ്പൊ ഇത്രയും കറക്റ്റ് ആയിട്ട് അവിടെ പഠിച്ചു പോകണം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. ക്വസ്റ്റ്യൻസ് ഇതാണ്, നോക്കിക്കേ. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഈസ് നോട്ട് റിലേറ്റഡ് ടു 1887 റിവോൾട്ട് എന്നാണ് പറയുന്നത്. നോക്കിക്കോളാം. ഹിസ്റ്റോറിയൻസ് ടേം ദ റിവോൾട്ട് ഓഫ് 1887 ഇസ് ഇന്ത്യസ് ഫസ്റ്റ് വേൾഡ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. എന്നൊരു പറയാം സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഹിസ്റ്റോറിയൻസ് ടേം ദ റിവോൾട്ട് ഓഫ് 1887 ആസ് ഇന്ത്യസ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. Next, the revolt of 1887 was a cause to communal violence between the Hindu and Muslims. The next, along with the kings and sepoys, common peoples also took part in the revolt. The next, the rumors that the cartridge in the newly supplied Enfield rifle where the greased with the fat of cow and pigs provoked the sepoy. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കിക്കേ. The historians term the revolt 1887 is the India's first war of independence. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലെ, ആ സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയാണ്. The next, the revolt of 1857 was caused the communal violence between the Hindu and Muslim. Communal violence ആണ് അവിടെ വരുന്നത് അല്ല അല്ലെ. അതായത് നമുക്ക് ആ സമയത്ത് അവിടെ നേരിടുന്ന ശിപ്പോയിമാരുടെയും അതുകൂടാതെ രാജാക്കന്മാരുടെ പ്രശ്നം, പിന്നെ കർഷകർക്ക് അല്ലെ, കർഷകർക്ക് അമിതമായിട്ടുള്ള നികുതി ഭാരവും കാര്യങ്ങളൊക്കെ കാരണം ഈ കർഷകരും കരകൗശല വിദ്യാക്കാരും ആർട്ട് ആൻഡ് ആർട്ടിസൻസ് എല്ലാവരും എന്ത് ചെയ്യുന്നത് ഈ ഇതിൽ പങ്കെടുത്ത് ഡിഫൻസ് റിവോൾട്ടിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹിന്ദു മുസ്ലിം ഒരു കമ്മ്യൂണൽ വയലൻസ് ആയിരുന്നില്ല, അവരെല്ലാവരും കൂടി ജോയിൻ ചെയ്ത് തന്നെയുള്ള ഒരു മാസമായിട്ടുള്ള ഒരു റിവോൾട്ട് ആയിരുന്നു 1887 റിവോൾട്ട്. അപ്പൊ 2 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ് അല്ലെ. നെക്സ്റ്റ്, എലോങ് വിത്ത് ദ കിങ് ആൻഡ് സിപ്പോയ്സ് കോമൺ പീപ്പിൾ ഓൾസോ ടു പാർട്ട് ഇൻ ദ റിവോൾട്ട് അല്ലെ. അതായത് കോമൺ പീപ്പിൾസും കിങ്സും സിപ്പോയ്സും എന്താണ് ഈ റിവോൾട്ടിൽ പങ്കെടുത്തിരുന്നു അല്ലെ. ശരിയാണ് അല്ലെ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയാണ്. നെക്സ്റ്റ്, ദ റൂമേഴ്സ് ദാറ്റ് ദ cartridge in the newly supplied Enfield rifle were the greased with the fat of the cow and the pigs provoked the sepoy. ശരിയാണ് അല്ലെ. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇമ്മീഡിയറ്റ് കോസ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റും അവിടെ ശരിയാണ്. അപ്പൊ തെറ്റായിട്ടുള്ളത് ഏതാ? ഓപ്ഷൻ ബി ആണ് അല്ലെ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് 2 ആണ് അവിടെ തെറ്റായിട്ട് വരുന്നത് അല്ലെ. സ്റ്റേറ്റ്മെന്റ് 2 ആണ് അവിടെ തെറ്റായിട്ട് വരുന്നത്. Then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം.
നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ദ ഇമ്പാക്ട് ഓഫ് 1857 റിവോൾട്ട്. അതായത് ഇമ്പാക്ട് അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. നോക്കിക്കേ, ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ഇൻ ക്യാൻസൽഡ്. ദ നെക്സ്റ്റ്, ദ കൺട്രോൾ ഓഫ് ദ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ വാസ് പാസ്ഡ് ഓൺ ദ ബ്രിട്ടീഷ് ക്രൗൺ ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. Then next, the British government promises the interference in the social and religious customs of the people. Then next, the right to adopt the sons of the legal heirs and acceptance. ഏതായിരിക്കും ഇവിടെ നോട്ട് ഇമ്പോർട്ടൻറ്റ് അല്ലെ ഇമ്പാക്ട് എന്ന് പറയുന്നത്? ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രോമിസസ് ടു ഇന്റർഫിയർ ഇൻ ദ സോഷ്യൽ ആൻഡ് റിലീജിയസ് കസ്റ്റംസ് ഓഫ് ദ പീപ്പിൾ അല്ലെ. അവർ പ്രോമിസ് ചെയ്തു, അതായത് ഇന്ത്യയുടെ സോഷ്യൽ ഇന്റർഫിയർ ചെയ്യില്ല അല്ലെ, സോഷ്യൽ ആൻഡ് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്റർഫിയർ ചെയ്യുക എന്നുള്ളത് തെറ്റാണ് അല്ലെ. ബാക്കിയൊക്കെ ശരിയാണ്. അതായത് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് അവിടെ ക്യാൻസൽ ചെയ്തു. പിന്നെ അതുകൂടാതെ ദെൻ നെക്സ്റ്റ് 1857 മേജർ ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ദ കൺട്രോൾ ഓഫ് ദ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ വാസ് പാസ്ഡ് ഓൺ ടു ദ ബ്രിട്ടീഷ് ക്രൗൺ ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. അതായത് ഇന്ത്യ ആക്ട് 1858 വഴി നമുക്ക് ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തു. അത്ര നാളും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെ, സ്റ്റിൽ 1857 വരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് എന്ത് നടത്തിയിരുന്നത്, അവിടെ ഭരണം. ഒരു കമ്പനി ബേസിലാണ് ബ്രിട്ടീഷുകാർ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ആ കമ്പനി ബേസിലാണ് ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. അപ്പൊ 1857 റിവോൾട്ടിന് ശേഷം ആരാണ്, ബ്രിട്ടീഷ് ക്രൗൺ അല്ലെ ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ആ ഭരണത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്, ഭരണം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിന് നമ്മുടെ ബ്രിട്ടീഷ് അതിന്റെ പ്രൊക്ലമേഷൻ ക്യൂൻസ് പ്രൊക്ലമേഷൻ എന്ന് പറയും അല്ലെ. ക്യൂൻസ് പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാലും അതുകൂടാതെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ് അല്ലെ. ക്യൂൻസ് പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാലും ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്ന് പറഞ്ഞാലും അവിടെ കറക്റ്റ് ആണ്, ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ്, ദ റൈറ്റ് ടു അഡോപ്റ്റ് സൺ ആസ് എ ലീഗൽ ഹിയേഴ്സ് വാസ് അക്സെപ്റ്റഡ്. ലീഗലി നമുക്ക് എന്താണ് കുറെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാം എന്നുള്ളതും അവിടെ അക്സെപ്റ്റ് ചെയ്തു. ഇത്രയാണ് നമുക്ക് 1857 റിവോൾട്ടിന് ശേഷം ഉണ്ടായിരുന്ന മേജർ ഇമ്പാക്റ്റുകൾ എന്ന് പറയുന്നത്. Then next നോക്കിക്കൂടാ, the largest number of the soldiers participated in the struggle of the 1857 came from. Largest number എന്ന് പറയുന്നത് സോൾഡിയേഴ്സ് എവിടെയാണ്, അവധിലാണ്. ഓക്കെ, ലാർജസ്റ്റ് നമ്പർ ഓഫ് ദ സോൾഡിയേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, അവധിലാണ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. ദ നെക്സ്റ്റ്, അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ഒരു ചെറിയൊക്കെ ആയിട്ട് നമുക്ക് അവധിനെ വിളിക്കുന്നത്. ബ്രിട്ടീഷ് ഒരു ജനറൽ വിളിക്കുന്നത് ആരെ വിളിച്ചെന്ന് കറക്റ്റ് ആയിട്ടൊന്ന് കമന്റ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇത്രയാണ് നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ മാച്ച് ദ ഫോളോവിംഗ് ആയിട്ടും അതുകൂടാതെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിട്ടും അതായത് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിട്ടും ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിട്ടും അവിടെ ചോദിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് 1857 റിവോൾട്ടിന്റെ കോസസുകളും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോസസുകളും അതുകൂടാതെ മെയിൻ ആയിട്ടുള്ള ലീഡേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത്. അതായത് ഇന്ത്യയുടെ ഓരോ ഭാഗത്തും ഓരോ ഏരിയാസിലും ആരൊക്കെയാണ് ലീഡേഴ്സ് എന്നും കറക്റ്റ് ആയിട്ട് അവിടെ പഠിച്ചു പോകണം. അപ്പോൾ നമുക്കിവിടെ സെൻട്രൽ ഗവൺമെന്റ് അല്ലെ, നമുക്ക് SSC CGL 2026 ഒരു മാസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് റെക്കോർഡിംഗ് ക്ലാസ്സുകൾ അതുകൂടാതെ മെന്റർഷിപ്പ് സപ്പോർട്ട് റെക്കോർഡിംഗ് ക്ലാസ്സുകളാണ്, PDF നോട്ട്സുകൾ അതുകൂടാതെ 100+ മോക്ക് എക്സാംസുകൾ എല്ലാം അവിടെ അവൈലബിൾ ആണ്. നമ്മൾ സിലബസ് ബേസ് ചെയ്ത് ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അവിടെ നമ്മൾ വീക്കിലി ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും, വീക്കിലി റിവിഷൻ എക്സാംസുകളും അതുപോലെ ടൈം ടേബിൾ ബേസ് ചെയ്ത് അതുകൂടാതെ PDF സ്റ്റഡി മെറ്റീരിയൽസ് ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക 9249089284 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതുമാത്രമല്ല SSCയുടെ എക്സാം അപ്ഡേറ്റ്സ് അറിയാനും ഫ്രീ സ്റ്റഡി ഗ്രൂപ്പ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിന്റെ QR കോഡാണ് നമുക്കിവിടെ വച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊന്ന് സ്കാൻ ചെയ്ത് നമുക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. പുതിയ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും അതുകൂടാതെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഇനി ഇത് സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിന്റെ ലിങ്ക് താഴെ നമുക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്നതായിരിക്കും, ലിങ്ക് താഴെ അറ്റാച്ച് ചെയ്തിട്ടേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം വീണ്ടും. താങ്ക് യു.